എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ സാറ് പറഞ്ഞു ഇന്ന് പതാക ഉണ്ടാക്കിക്കൊണ്ട് വരാൻ. അപ്പൊ ഞാനിത് അച്ഛനോട് വന്ന് പറഞ്ഞു. അപ്പൊ അച്ഛനും ഞാനും കൂടി ഇപ്പൊ ഇന്ന് ഉണ്ടാക്കുവാണ്. കിട്ടപ്പൻ ഇറങ്ങുവാണ്. അവൻ എണീറ്റ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ തീരുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ മേല. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ ഉണ്ടാക്കുന്നത്. പാറുക്കുട്ട, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാ? 1947 ആഗസ്റ്റ് 15. നമ്മുടെ രാഷ്ട്രപിതാവ് ആരാ? മഹാത്മാഗാന്ധി. അപ്പൊ പാറു, നമ്മള് ദേശീയ പതാക ഉണ്ടാക്കാൻ പോവുകയാണല്ലോ. നമ്മളിപ്പം പാറു ഇപ്പൊ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 1947 ആഗസ്റ്റ് 15 നമുക്ക് നമ്മുടെ രാജ്യമായ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അല്ലേ? അപ്പം ഏത് രാജ്യത്തിൽ നിന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്? അതിനിടയ്ക്കൊരു വന്നത് ഒരു പാകിസ്ഥാൻ ഇടയ്ക്ക് കയറി വരുന്നുണ്ടല്ലോ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം അല്ലെ, സ്വാതന്ത്ര്യ സമരം എന്തിനു വേണ്ടിയായിരുന്നു? ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനായിട്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും അതുപോലെയുള്ള നേതാക്കന്മാർ ശ്രമിച്ചത്. അല്ല, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ആദ്യത്തെ വനിതയാണ് ഇന്ദിരാഗാന്ധി. അപ്പൊ 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ആ സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ മാറിക്കൊണ്ടുണ്ടായ മറ്റൊരു രാജ്യമാണ് പാകിസ്ഥാൻ. അതായത് നമുക്ക് ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ പാകിസ്ഥാന് ആഗസ്റ്റ് 14 സ്വാതന്ത്ര്യം ലഭിച്ചു. നമ്മള് ദേശീയ പതാക ഉണ്ടാക്കുകയാണ്. ഇപ്പൊ കണ്ടോ, നമ്മൾ ഇത്ര ആയിട്ടുണ്ട്. കണ്ടോ, ഇതൊരു കലണ്ടറിന്റെ ചെറിയൊരു ആ സാധനം ഇതിനടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇനിയിപ്പോൾ ഇതിൽ കളർ അടിക്കണം. അപ്പം ദേശീയ പതാകയുടെ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:2 എന്ന് പറയുന്നൊരു റേഷ്യോ ആണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ മുകളിൽ ഏത് നിറം വരും? കുങ്കുമ നിറം വരും, ഗ്രീൻ, പച്ച നിറം. പിന്നെ അശോകചക്രമാണിത്. അശോകചക്രത്തിന് എത്ര ആരക്കാലുണ്ടെന്ന് അറിയാവോ? എത്ര എണ്ണം ഉണ്ട്? 24 എണ്ണം. അതിനെന്ത് കളറാണ് കൊടുക്കണ്ടേ? നാവിക നീല കളറാണ് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് കളർ കൊടുക്കാം. കളർ കൊടുത്തിട്ട് ബാക്കിയാണ്. അപ്പോൾ പാറു, നമുക്ക് സ്വാതന്ത്ര്യ ദിനത്തിനെ സംബന്ധിച്ച് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാലോ? ചോദിക്കട്ടെ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണെന്ന് പറയാവോ? എന്നാ? 1947 ആഗസ്റ്റ് 15. കറക്റ്റ്. ആരിൽ നിന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്? ബ്രിട്ടീഷ്. കറക്റ്റ്. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കറക്റ്റ്. അപ്പം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് ചോദിച്ചാലോ? മഹാത്മാഗാന്ധി. കറക്റ്റ്. ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്നാണെന്ന് പറയാൻ പറ്റുമോ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. കറക്റ്റ്. ഗാന്ധിജി ജനിച്ചത് എവിടെയാന്ന് അറിയാമോ? അറിയാം. എവിടെയാ? ഗുജറാത്തിലെ പോർബന്ദർ. കറക്റ്റ്. ഗാന്ധിജി ജനിച്ചത് എന്നാണെന്ന് അറിയാമോ? ഒന്ന് പറയാവോ? 1869 ഒക്ടോബർ 2. കറക്റ്റ്. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് എവിടെയാന്നറിയാവോ? എവിടെയാ? റെഡ് ഫോർട്ട്. അത് എവിടെയാന്നറിയാവോ? എവിടെയാ? ഡൽഹി. കറക്റ്റ്. അടുത്തതായിട്ട് പ്രസിദ്ധമായ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നൊരു പ്രസംഗം നടത്തിയായിരുന്നു സ്വാതന്ത്ര്യ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അതാരാണെന്ന് അറിയാവോ? ജവഹർലാൽ നെഹ്റു. കറക്റ്റ്. അതുപോലെ 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ആ സമയത്ത് ഇന്ത്യയിൽ നിന്ന് വേർപിരിഞ്ഞ് മറ്റൊരു രാജ്യം ഉണ്ടായി. ആ രാജ്യം ഏതാണെന്നറിയോ? ഏതാ? പാകിസ്ഥാൻ. കറക്റ്റ്. പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനം എന്നാണെന്നറിയോ? നമ്മുടെ 1947 ആഗസ്റ്റ് 15
പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനം എന്നാണെന്നറിയോ? എന്നാ? ഓഗസ്റ്റ് ആ 14 ആ നമ്മളെക്കാളും ഒരു ദിവസം മുൻപാണ്. മുമ്പാണ്. അടുത്തത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ നിയമം ഏതാണെന്നറിയാവോ? ടെസ്റ്റ് വിക്ക് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. അത് ഓക്കെ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 പ്രകാരമാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അതാണ് ആ നിയമം. ഇൻഡിപെൻഡൻസ് ആക്ട് 1947. 1947. ഓക്കെ. കറക്റ്റ്. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണെന്നറിയാവോ? ആ എന്നാ? 1950 ആ ജനുവരി 26. കറക്റ്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആര്? ഭരണഘടന എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് ഭരിക്കാനായിട്ട് വേണ്ട ഏറ്റവും വലിയ ഒരു അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണ് ഭരണഘടന. ആ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ആ ഭരണഘടന ഉണ്ടാക്കിയതാരാ? ബി.ആർ. അംബേദ്കർ. അതെ. അടുത്ത, ഇന്ത്യയുടെ തലസ്ഥാനം ഏതാ? ന്യൂഡൽഹി. കറക്റ്റ്. റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാ? പ്രസിഡന്റ്. ഇപ്പൊ ഈ 2026 ഓഗസ്റ്റ് 15 ഈ വരുന്നത്. അപ്പം ആ 2026 ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യ എത്ര വർഷത്തെ സ്വാതന്ത്ര്യമാണ് പൂർത്തിയാക്കുന്നത്? 79. കറക്റ്റ്. അടുത്തത്, ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാ? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി ആരായിരുന്നു അറിയാവോ? അറിയാം. ആരാ? ജവഹർലാൽ നെഹ്റുവിന്റെ മോള്. കറക്റ്റ്. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആരാന്നറിയോ? ആ അതാരാ? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. കറക്റ്റ്. അപ്പം ഏറെക്കുറെ ഉത്തരങ്ങളെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കിട്ടപ്പന്തം കണ്ട എഴുന്നേക്കാനുള്ള ചെറിയ പരിപാടിയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുവാണ്. അവന് ഒരു ദിവസം തൊട്ടീന്ന് ചാടാൻ നോക്കിയതായിരുന്നു, കയ്യെ പിടിച്ചോണ്ട് ഭാഗ്യമുണ്ട്. അപ്പൊ ഇനി നമുക്ക് സ്കൂളിൽ പോകാനുള്ള പരിപാടി തുടങ്ങിയാലോ? സ്കൂളിൽ ഈ ക്വിസ് കോമ്പറ്റീഷൻ പങ്കെടുത്ത് വിജയായി വരത്തില്ലേ? അപ്പം എല്ലാരോടും ഒരു താങ്ക്സും സബ്സ്ക്രിപ്ഷനും ഒക്കെ ചോദിച്ചുകൊണ്ട് നിർത്തിയാലോ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.